पूर्व मुख्यमंत्री और सीपीआई नेता पिनाराई विजयन कहते हैं उनके परिवार गहरे दुख में है और मैं उनके दुख में शामिल हूं और उनके प्रति अपनी गहरी संवेदना व्यक्त करता हूं। मैंने राजेश के परिवार से मुलाकात की जिनकी जान एक अन्य व्यक्ति को बचाने की कोशिश में चली गई थी। आज ही चावरा में गौतम कृष्णा के परिवार और पुलुविला में जॉन मटियास के परिवार से भी मिला है। मेरी यात्रा उनकी समस्याओं का समाधान तो नहीं कर सकती, लेकिन इस समय मैं कम से कम उनके साथ खड़ा हो सकता हूं और उनके दुख को साझा कर सकता हूं। परिवार कई तरह की मुश्किलों का सामना भी कर रहे हैं और उनकी लंबे समय से चली आ रही समस्या का समाधान किया जाना चाहिए। इस समय बहुत अधिक अनिश्चितता और चिंता का माहौल है। കടലിൽ കാണാതായവര് അതില് 3 പേരെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിലെ ഷിജിൻ, പുല്ലുവിളിയിലെ ജോൺ മത്യാസ്, ചവറ പുത്തൻതറയിലെ ഗൗതം കൃഷ്ണ, ഇത്രയും ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. ഈ മരണപ്പെട്ടവരുടെയും കണ്ടെത്താനുള്ളവരുടെയുമെല്ലാം കുടുംബങ്ങൾ അതീവ ദുഃഖത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണപ്പെട്ടവരുടെ കാര്യത്തിൽ അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രാജേഷ്, കടലിൽ കാണാതായ നീണ്ടകരയിലെ ഗൗതം കൃഷ്ണ, പുല്ലുവിളയിലെ ജോൺ, ഇവരുടെ എല്ലാം കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് ഒന്നും ആശ്വാസം ആവില്ലെങ്കിലും അവരുടെ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നു സഹതപിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ. അവരെല്ലാവരും, ആ കുടുംബങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇപ്പോഴും ഒരു അനിശ്ചിതത്വം ആ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മരണമടയുന്നത് കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ളവരാണ്. അതോടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നത് സാധാരണഗതിയിൽ ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പം അങ്ങനെ നിരാലംബമാകുന്നൊരവസ്ഥ കുടുംബങ്ങൾക്കുണ്ടാകരുത്. ചിലർ ജീവിതത്തിൻ്റെ ഭാഗമായി കടങ്ങളെടുത്തിട്ടുണ്ട്. വലിയ കടബാധ്യത ഉള്ളവരുണ്ട്.